പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ഒരു പുതിയ ദിനം കൂടി കർത്താവ് വെച്ച് നമുക്ക് ദാനമായി തന്നു. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ്. അതായത് ക്രിസ്തീയ ജീവിതം അത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ഈ വന്ന കാലങ്ങളിൽ സാധ്യമാകുന്നില്ല. അത് നാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തിയെങ്കിൽ മാത്രമേ അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇങ്ങനെ പറയണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ നല്ല ബന്ധം പുലർത്തി ജീവിതം മാതൃകയാക്കി, അതായത് നമ്മൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതം മാതൃകയായി കൊണ്ടുപോയവർക്ക് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ക്രിസ്തീയ ജീവിതം എങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതൊരു സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നോക്കൂ പ്രിയ മക്കളെ, ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിന് അനുരൂപമാകാതെ, നമ്മൾ ഈ ലോകത്തിനുള്ളതിന് എല്ലാം നമ്മൾ ഹല്ലേലൂയ നല്ലതെന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം സമ്പൂർണമായി സമർപ്പണ ജീവിതമാണെന്ന് പറയുവാൻ കഴിയുള്ളൂ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തീയ ജീവിതം ഒരു സമ്പൂർണ്ണ ആശ്രയ ജീവിതമാണ്. സദൃശവാക്യം 3:5 പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. പലപ്പോഴും ഇന്നത്തെ ആൾക്കാർ എന്താ നോക്കുന്നത്? സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില് ഹല്ലേലൂയ ദൈവത്തിന് പിന്നീട് ആ സ്ഥാനം കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താ? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിപ്പീൻ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നി പോകുന്ന ജീവിതങ്ങളാണ് പകുതി വഴി വെച്ച് നഷ്ടമാകുന്നത്, അവർക്ക് ദൈവ വഴി വിട്ടു പോകുവാൻ ഇടയാകുന്നത്. പ്രിയ മക്കളെ, നമ്മൾ ഇത് പോയി ദൈവത്തിന്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ ആശ്രയം വെച്ച് ജീവിക്കുകയാണെങ്കിൽ സമ്പൂർണമായ ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇടയാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാം വാക്യത്തിലും പറയുന്നുണ്ട്, യഹോവയാം യാഗിൽ ശാശ്വതമാ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. എഫെസ്യർക്ക് ലേഖനം 6:12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. പ്രിയ മക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ട ജീവിതമാ. ഇതിനെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തീയ ജീവിതം ഒരു പ്രത്യാശാ ജീവിതമാ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രിയ മക്കളെ, നോക്കൂ, പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതായത് കഷ്ടതകൾ വരുമ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും എല്ലാം എൻ്റെ ദൈവം അറിഞ്ഞാണ്, എൻ്റെ അപ്പനാണ് എനിക്കിതെല്ലാം തരുന്നത്, എൻ്റെ അപ്പൻ അറിയാതെ
എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല എന്നുള്ള ആ ഒരു കഷ്ടത സഹിപ്പാൻ ഉള്ള കൃപയും നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതം, അതായത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്കിടയായി തീരും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാതൃകാ ജീവിതമാ. ഫിലിപ്പിയർക്ക് ലേഖനം 3:17 പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് പറയാ, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിച്ചു കാണിക്കുമ്പോൾ എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഇരിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. തൻ്റെ ശരീരത്തിൽ തന്നെ പല വിധത്തിൽ ദണ്ഡനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നല്ല മാതൃകയുള്ള ജീവിതമാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരായി, സമ്പൂർണമായി ക്രിസ്തുവിൽ ആശ്രയം വെച്ച്, കർത്താവിൽ ആശ്രയം വെച്ച് എപ്പോഴും മുന്നേറുന്നവരായിരിക്കണം. ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്നാലും, ഭാരങ്ങൾ കടന്നു വന്നാലും, ദുഃഖങ്ങൾ കടന്നു വന്നാലും എല്ലാം എൻ്റെ ദൈവം അറിഞ്ഞാണെന്നുള്ള ആ ഒരു ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ധന്യമായി കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വല്ലാത്ത ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയ മക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും കടന്നു വരുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പിന്തള്ളുന്നവരായിട്ടല്ല, അപ്പനെല്ലാം അറിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ അപ്പൻ സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ആ കൃപ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ എന്ത് വന്നാലും പിറുപിറുപ്പ് കൂടാതെ സഹിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ക്രിസ്തീയ ജീവിതം പ്രിയ മക്കളെ പലവിധമായ പോരാട്ടമുള്ള ജീവിതമാ. പക്ഷേ എങ്കിൽ അതിലെല്ലാം ജയിച്ചടക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജയാളിയായ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും വിളിച്ചപേക്ഷിക്കുന്നതും ക്രിസ്തീയ ജീവിതം മാതൃകയുള്ളതാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മറ്റുള്ളവരുടെ മുന്നിൽ ക്രിസ്തുവിനെ ഉയർത്താം. കർത്താവ് വലിയവൻ, കർത്താവ് വിശ്വസ്തൻ, കർത്താവ് നീതിമാൻ, നടത്തുവാൻ ശക്തൻ. ഹല്ലേലൂയ. ഉറപ്പോട് മുന്നോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതം വലിയ ധനമെന്നെണ്ണി ഓരോ ദിനവും മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്ത് വന്നാലും അതെല്ലാം എൻ്റെ അപ്പൻ മുഖാന്തരമാണെന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ ആശ്രയം വെച്ച് ഓരോരുത്തർക്കും മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യണമേ. യേശുവിലുള്ള ആശ്രയത്തിൽ മുന്നോട്ട് പോകുവാൻ, അത് മുറുകെ പിടിച്ച അപ്പനിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോവാൻ ദൈവം സഹായിക്കണം. എല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട അപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. മാനവും മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.